ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി റിക്വസ്റ്റഡ് വീഡിയോ തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റിക്വസ്റ്റഡ് അല്ല, പക്ഷേ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഗ്ലാമിക ഇങ്ങനെ അറിയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവരുടെ തന്നെ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോയിലുള്ള ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നേ ചെയ്തേക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണത്. അപ്പോൾ അത് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതേപോലത്തെ ഒരു സൽവാർ സെറ്റ് ഇല്ല. അതിന് പകരം ഞാനിപ്പോൾ ഈ ഒരു ഷരാര സെറ്റാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് കളറും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ആ ഒരു പാറ്റേൺ മാച്ച് ചെയ്യാമെന്ന് തോന്നുന്നു. ബാക്കിയുള്ള മേക്കപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രെപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ലിപ് ബാം ഒന്നെടുത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്പ് നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ലിപ് ബാം ഇട്ടു. ഇനി നമ്മളുടെ മേക്കപ്പിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഹെയർ ബാൻഡും കൂടി ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ആണ് കേട്ടോ. ഫേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്ട്രീംലി ഗ്ലോയി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. എത്രത്തോളം അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാവേ. ഞാനിത് ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്, ലാക്ടോ കാലമൈൻ്റെ. കറൻ്റ്ലി എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കവറേജ് നല്ലപോലെ വേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൈമറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനി പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോണത്. അടുത്തതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞേക്കുന്ന പോലെ നല്ല രീതിയിലൊരു ഗ്ലോയി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ ഞാൻ ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബേസായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഫൗണ്ടേഷനും എടുത്തിട്ടുണ്ട്. ഇനി ഹൈലൈറ്ററും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ പ്ലസ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ. കോണ്ടോറൊന്നും ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗംഗയുടെ ഓൾറെഡി ഈ ചീക്ക് ബോൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അത് ചെയ്ത പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ തുടുത്തിരിക്കുകയാണ് ഫേസ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് ബ്ലഷ് ഇടാം. ഞാൻ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റിലെ ബ്ലഷാണ് കേട്ടോ ഇടുന്നത്. അതാകുമ്പോൾ ഹൈലൈറ്റിങ്ങും ബ്ലഷായിട്ടും അതേപോലെ തന്നെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എല്ലാ ഭാഗവും ചോപ്പാക്കി വെച്ചിട്ടുണ്ട്, തുടുത്തിട്ടുള്ള രീതിയിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാവേ. ബൈ ദ വേ, എൻ്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ തുടക്കം മുതലേ വരച്ച് വെക്കരുത്, വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തികേടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട് മുതലേ ഇങ്ങനെ വരച്ച് വെക്കുന്നത്, കുറച്ചും കൂടി ഡിഫൈൻ ആയിട്ട്. ആൻഡ് മോർ ഓവർ എനിക്കിവിടെ ഹെയേഴ്സിന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്. അപ്പോൾ ഒട്ടും ഇല്ലാത്ത പോലെ തോന്നും. ഞാൻ അതുകൊണ്ടാണ് അവിടെ വരച്ച് വെക്കുന്നത്. അപ്പോൾ കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരും. അതേപോലെ തന്നെ എന്നോട് എല്ലാവരും പറയാറുണ്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എനിക്കിവിടെ വന്നേക്കുന്ന ഈ ഒരു ഗ്യാപ്പ്, അതും കൂടി ഫില്ല് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫില്ല് ചെയ്തിട്ട് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ഫില്ല് ചെയ്യാറില്ല. കാരണം എനിക്കത് ഇഷ്ടമാകുന്നില്ല കേട്ടോ. എനിക്കത് എന്തായാലും അത് നാച്ചുറൽ പോലെ ആയിപ്പോൾ. എനിക്കത് എത്രയോ വർഷമായിട്ട്, ഞാൻ അംഗൻവാടി പഠിക്കാൻ നേരത്ത് 3 വയസ്സുള്ളപ്പോൾ വീണപ്പോഴുള്ള മുറിവാണ് കേട്ടോ അത്. അന്ന് മുതൽ ഇന്നേ കാലം വരെ ഞാനത് ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഒക്കൗട്ട് ഫീൽ, അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത്. സോ അപ്പം അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ നമ്മുടെ ഐബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കണ്ണും ഇതേപോലെ പിങ്ക് കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബേസായിട്ട് ഈ ഒരു ഹൈലൈറ്റർ പാലറ്റിലെ കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇതപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റിലെ ആ ഒരു പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കിയിട്ടാണ് കേട്ടോ ലൈൻ ചെയ്തേക്കുന്നത്, ഒരു ഉണ്ടക്കണ്ണ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ അറ്റ് ദ സെയിം ടൈം കുറച്ച് ഇങ്ങനെ വിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാവേ. താഴെയും മുകളിലും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെയാണ് കേട്ടോ വിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ നടുഭാഗം വെച്ചിട്ട് കുറച്ചങ്ങ് പൊന്തിച്ചിട്ടുണ്ട്. അതാ ഞാനും അതേപോലെ പൊന്തിച്ചു കേട്ടോ. താഴേക്ക് ചെയ്തേക്കുന്ന ഐലൈനർ വെച്ചിട്ടല്ല, കാജൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ കാജൽ വെച്ചിട്ട് ചെയ്യാം. ഇനി ബാക്കി ഞാൻ കാജൽ എഴുതാൻ പോകുകയാണ്. അതാ കണ്ണ് നമ്മൾ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ചെയ്തേക്കുന്ന എക്സാക്റ്റ് പോലെയാണ് ഞാനും ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ജസ്റ്റ് ഒന്നൊരു ഇച്ചിരി മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയതും അതേപോലെ തന്നെ നീണ്ടതുമായിട്ടുള്ളൊരു കണ്ണായിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ലൈൻ ചെയ്തെടുത്തേക്കുന്നത്. ഇനി അടുത്തത് നേരെ നമുക്ക് ലിപ്പിലേക്ക് പോകാം. ഇഫ് ഐ എം റൈറ്റ്, എനിക്ക് ആ ഒരു പക്ക ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് അത് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാവേ. കാരണം ഇത് റെനേൻ്റെ ആണ്. ഷെയ്ഡ് വരുന്നത് മിറാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്. ഇതിന് കുറച്ചും കൂടി ഒന്ന് ആ ഒരു ചിൻഡിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് എനിക്കൊരു ലൈനറും കൂടി യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ലൈനറും കൂടി യൂസ് ചെയ്ത് അതും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കളർ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലൈനറിൻ്റെ ഷെയ്ഡ്. ഇത് വരുന്നത് മാൾസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞതിൽ മാഗ്നറ്റിക് മജന്തയാണ്. അത് വെച്ച് ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ക ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് കാരണം വേറെ എനിക്ക് മാർഗ്ഗമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ചേരുന്ന ഒരു ഷെയ്ഡ് അല്ല കേട്ടോ അത്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലും കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത് ആ ഒരു പൊട്ടുതൊടലാണ്. ഇനി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു കത്രിക വെച്ച് തൊടാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. മിക്കവാറും നമ്മൾ ഇത്ര നേരം ചെയ്ത കാര്യം ഇതോടെ കോഞ്ഞാട്ടയാവാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതൊരു ബ്രഷ് വെച്ച് വരച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആക്സറീസും ചെയ്ത് അതേപോലെ തന്നെ ഹെയറും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഹെയർ വളരെ സിമ്പിളാണ് കേട്ടോ. സൈഡ് വാച്ചിലെടുത്തിട്ട് കുളിപ്പിന്നലുണ്ടല്ലോ അതേപോലെ ക്ലിപ്പ് കുത്തിയേക്കാണ്. പിന്നെ അതിനകത്ത് പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിലില്ല. പിന്നെ ആ ഒരു ലുക്കിലല്ല വെച്ചേക്കുന്നത്. ഒരു അമ്പലത്തിലേക്ക് കയറിയതിന് ശേഷം അമ്പലത്തിൽ നിന്നാണ് പൂ വാങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന ആ ലുക്കിൽ അതില്ല. അതുകൊണ്ട് ഞാൻ ഈ കുളിപ്പിന്നൽ വെച്ചിട്ട് അതങ്ങ് നിർത്താൻ പോവുകയാണ് കേട്ടോ. ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി എടുക്കുന്നു.
എന്നിട്ട് ബാക്കിൽ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി കേട്ടോ. എൻ്റെ ആണെങ്കിൽ പുറത്ത് ഞാൻ ഒരുപാട് കട്ട് ചെയ്തേക്കുന്ന ഹെയറുകളുണ്ട്, അതെല്ലാം കൂടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഹെയറും കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലുള്ള പോലത്തെ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഓക്കെ ആവുന്ന ഒരു ഇയറിംഗ് ഞാൻ ഇടാൻ പോവുകയാണേ. പക്ക ഒരു ഇയറിംഗ് എൻ്റെ കയ്യിലില്ല കേട്ടോ. അതിന് പകരം ഞാൻ ഈ ഒരു ഇയറിംഗ് ആണ് ഇടാൻ പോകുന്നത്. ഏകദേശം സിമിലർ ആണ്. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. ഏകദേശം ഓക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം. എനിവേ നമ്മുടെ രണ്ടൊരു ഫേസ് ഒരേപോലെ അല്ലല്ലോ. സോ ഓരോന്ന് ചെയ്യാൻ നേരത്തെ ആ സ്യൂട്ടാവുന്നതും കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്നവരെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. സോ ഐ ഹോപ്പ് യു ഗൈസ് ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ്. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.